മൈ ഗൈസ്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റിലുള്ള കിടുക്കാച്ചി മന്തി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം വെള്ളുള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, പുതിന അത് നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞു വെക്കുക. എന്നിട്ട് നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് കഴുകി വെക്കാം. 2 കിലോ ചിക്കനാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കണത് കേട്ടോ. 2 കിലോ ചിക്കൻ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിക്ക് ഇത്തിരി ഉപ്പിടാം. ഉപ്പ് പാകത്തിന് ഉപ്പിട്ടാൽ മതി കേട്ടോ. നമ്മൾ ചോറുക്കും ഇത്തിരി ഉപ്പ് ഇടുന്നത് കൊണ്ട് പാകത്തിന് ഉപ്പിടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കൂടുതൽ മഞ്ഞൾപ്പൊടി ഇട്ടാൽ നല്ല കുത്തലുണ്ടാവും കേട്ടോ. അപ്പോൾ പാകത്തിന് നമുക്ക് ആവശ്യത്തിന് ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് മുളക് പൊടി ഏറിയരുത്, അത് നന്നായിട്ട് ഇരിക്കും. എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇനി ഞങ്ങൾ മന്തി മസാലേൻ്റെ കിറ്റ് വാങ്ങിയിരുന്നു. അപ്പോൾ അതിലൊരു പാക്കറ്റ് മന്തി മസാലയും 2 കൂട് മാഗി കട്ടൻ്റെ ഇതും കിട്ടിയിരുന്നു. മന്തി മസാല അത് നമുക്ക് കിട്ടിയ പാക്കറ്റ് ഫുള്ളും അതിലേക്ക് ഇടണം കേട്ടോ. ഫുള്ളും ഇട്ട് കൊടുക്കുക. അതിട്ടതിന് ശേഷം നമ്മൾ മാഗി കട്ട ഉണ്ടല്ലോ, ഒരു മാഗി കട്ടൻ്റെ കൂടിൽ 2 മാഗി കട്ടൻ്റെ ഇതുണ്ടാവും. അങ്ങനെ 2 മാഗി കട്ടൻ്റെ കൂടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മന്തിക്ക് ഇടാൻ വന്ന വെറും 3 മാഗി കട്ടയാണ്. പിന്നെ നേരത്തെ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പും പുതിനയും അതേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഏറിയാൽ വളരെ ശ്രദ്ധിക്കണം. ടൊമാറ്റോ സോസ് ഏറിയാൽ നല്ല മധുരം ഉണ്ടാവും കേട്ടോ നമ്മുടെ മന്തി. എന്നിട്ട് ആ ടൊമാറ്റോ സോസും ആ മസാല, ആ ഉള്ളിയൊക്കെ ആ ചിക്കനും പൊടിച്ചതോടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞങ്ങളിവിടെ ഒഴിച്ച് വെച്ച ഓയിൽ സൺഫ്ലവർ ഓയിലാട്ടോ. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിച്ചാൽ. എന്നിട്ട് ഇത്തിരി ഗരം മസാല, അതിൻ്റെ മുന്നേ ഞാൻ ഇത്തിരി തൈര് ഒഴിച്ചിരുന്നു. അരിമുളക്, വെളുത്തുള്ളി, അരിമുളകല്ല പച്ചമുളക് അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതവിടെ മാറ്റി വെക്കുക. എന്നിട്ട് 1/2 കിലോ തികയാത്ത മന്തി റൈസ് ഉണ്ടല്ലോ, 1.5 കിലോ തികയാത്ത നമ്മളെ മന്തിൻ്റെ റൈസ് ഉണ്ടല്ലോ, അത് ഒരു അരമണിക്കൂർ കുതിർത്താൻ വെച്ചിട്ട് അത് നമുക്ക് തീമിടാം. അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അപ്പത്തിന് നമ്മൾ ചിക്കൻ റെഡിയാക്കി വെക്കുക. ചിക്കൻ റെഡിയായതിന് ശേഷം നമ്മളെ വെറും ചോറുണ്ടല്ലോ അത് എങ്ങനെ വെക്കുക അതേപോലെ തന്നെ നമ്മൾ ഈ മന്തി റൈസിൻ്റെ ഇതും വെക്കുക. അതിക്ക് ലേശം ഉപ്പും സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്നില്ല, ഓയിലായാലും മതി. നമുക്ക് വെള്ളം ഇല്ലാന്ന് തോന്നുമ്പോൾ അതിക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരിവിടെ വെന്തിക്കണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഊറ്റിയെടുക്കാം. വെള്ളം പെടരുത്. വെള്ളം പെട്ടാൽ നമ്മൾ കഞ്ഞി കുടിച്ചണ പോലെ മന്തി കുടിച്ചേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് ഊറ്റിയിട്ട് നമ്മുടെ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. വേറൊന്നും കാട്ടണ്ട, ചിക്കൻ്റെ മുകളിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ.
അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ചിക്കൻ്റെ മുകളിൽ ഫില്ലാക്കി വെക്കുക. ചിക്കൻ്റെ മുകൾക്ക് കുറച്ചും കൂടിയും ആ റൈസ് ഇട്ട് കൊടുത്ത് ആ ചിക്കൻ ഫില്ലാക്കുക. ആ ഫില്ലാക്കുമ്പോൾ നമ്മളത് പരത്തിയിട്ട് അതിൻ്റെ മുകൾക്ക് നമ്മളെ ഗരം മസാലപ്പൊടി ഇല്ലേ അത് കുറച്ച് ഇട്ട് കൊടുക്കാം, വിതറി കൊടുക്കാം. അതിൻ്റെ മുകൾക്കായിട്ട് കുറച്ചും കൂടി ചോറ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളെ ചോറ് ദമ്മിടൽ കഴിയാനായിട്ടുണ്ട്. എന്നിട്ട് കനലുണ്ടാവുമല്ലോ, കനൽ അത് നമ്മുടെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ചോറിൻ്റെ മുകൾക്ക് അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്തതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഓയിൽ അതിൻ്റെ മുകൾക്ക് ഇതാക്കി കൊടുക്കാം. കനലിൻ്റെ പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് അങ്ങനെ മൂടി വെക്കുക. അങ്ങനെ നമ്മളെ ചോറ് ദമ്മിടൽ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് നോക്കുമ്പോൾ ആ പുകയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദമ്മ് തുറന്നിക്കും കേട്ടോ. നല്ല മണം നമ്മളെ മൂക്കൊക്കെ അടിച്ച് കയറുന്നുണ്ട്. നന്നായിട്ട് ഇളക്കുക കേട്ടോ, ഒരു വെള്ള അരി പോലും ഇല്ല, നന്നായിട്ട് ഇളക്കുക. അല്ലെങ്കിൽ വേറെ പാത്രത്തേക്ക് ഒഴിച്ചാലും മതി കേട്ടോ. അത് വേറെ പാത്രത്തേക്ക് ഒഴിച്ചുമ്പോൾ അത് നമ്മളെ ചിക്കൻ മുകളിൽ വരും. അപ്പോൾ നമുക്ക് ഇളക്കാൻ സിമ്പിളാക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ആ വെള്ളരി പോലില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് തുടങ്ങി വെച്ചപ്പോൾ തോന്നുന്നു ഞാൻ വേറെ പാത്രത്തിൽ കൊട്ടി ചെയ്താൽ മതിയെന്ന്, സിമ്പിളായി തോന്നിയിരുന്നു. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് കൊണ്ടില്ല നമ്മളെ മന്തി റെഡി ആയിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാൾ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു കിടിലൈറ്റാണ് കേട്ടോ നമ്മളെ മന്തി. അപ്പോൾ അത് അളക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് നല്ല ലെങ്ത്ത് ആയി തോന്നുന്നത്. അപ്പോൾ നമുക്കൊരു വേറെ പ്ലേറ്റിൽ അതിട്ടൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ മന്തി ഒരു പ്ലേറ്റ് കിട്ടിയതിന് ശേഷം, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എഴുതുന്നു. അപ്പോൾ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ തൊട്ടടുത്തുള്ള ലൈക്ക് അടിച്ചണ പൊട്ടിച്ചോളൂ കേട്ടോ. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.